സൺഡേ സ്കൂളിലെ എല്ലാ ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥികളെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാം റെഡിയല്ലേ? നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകളെ കൂപ്പി കണ്ണുകളടച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു നാഥാ. കർത്താവേ, അപ്പാ, ഞങ്ങളുടെ ക്ലാസ്സിന് ദൈവം അനുഗ്രഹിക്കുമാറാകണം കർത്താവേ. അപ്പാ, പഠിപ്പിക്കേണ്ടതായ ദൈവിക ജ്ഞാനത്തെ ദൈവം നൽകണം കർത്താവേ. അപ്പാ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണം കർത്താവേ. ഓരോ കാര്യങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കത് ഫലപ്രദമായി തീരുവാനും കർത്താവ്, അങ്ങയുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ടത് ഗ്രഹിക്കുവാനും ദൈവം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ മഹത്വം തന്നെ കൂടെ ഇരിക്കുമാറാകണം കർത്താവെ. പരിശുദ്ധാത്മാവ് തന്നെ കൂടെ ഇരുന്ന് ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം കൂടെ ഇരിക്കണം കർത്താവെ. ക്ലാസ്സിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവ മഹത്വം കൂടെ ഇരുന്ന് ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ രണ്ടാമത്തെ ക്വാർട്ടർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 10 പാഠവും. എന്തൊക്കെയാണ് അതിൽ നിന്ന് പഠിച്ചതെന്ന് അറിയാമോ? ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്? പറഞ്ഞേ. ഒന്ന്, വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? അതിലെന്തൊക്കെ പഠിച്ചേ? എന്താണ് വിശ്വാസം? രക്ഷയ്ക്കായിട്ട് എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്നെ കുറിച്ച് പഠിച്ചു. രണ്ടാമതായിട്ട് മാനസാന്തരത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? എന്താണ് മാനസാന്തരം? പഴയ നിയമ മാനസാന്തരം എന്ത്? പുതിയ നിയമ മാനസാന്തരം എന്ത്? മാനസാന്തരത്തിൻ്റെ ആവശ്യകത എന്ത് എന്നതിനെക്കുറിച്ച് അതിൽ നിന്ന് പഠിച്ചു. അടുത്തെന്തോന്നാണ് പഠിച്ചേ? നീതീകരണത്തെക്കുറിച്ച് 2 പാഠങ്ങൾ പഠിച്ചു. നീതീകരണത്തിൻ്റെ ആവശ്യമെന്ത്? ആരൊക്കെയാണ് നീതീകരിക്കപ്പെട്ടത് എന്നതാണ് ആ പാഠങ്ങളിൽ കൂടെ നാം പഠിച്ചത്. അടുത്തതായി എന്തതിനെക്കുറിച്ച് പഠിച്ചു? വിശുദ്ധീകരണം അല്ലേ? വിശുദ്ധീകരണം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അടുത്തെന്തതിനെക്കുറിച്ചാണ് പഠിച്ചേ? പറഞ്ഞേ. വീണ്ടെടുപ്പിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അതിലെന്താ പഠിച്ചേ? വീണ്ടെടുപ്പിൻ്റെ വിവിധ നിലകളെക്കുറിച്ച് പഠിച്ചു. ശരിയാണ്. അടുത്ത് പഠിച്ചത്? ശരിയാണ്, ക്രിസ്തീയ ജലസ്നാനത്തെക്കുറിച്ച് പഠിച്ചു. ക്രിസ്തീയ ജലസ്നാനം ആർക്കാണെന്ന് പഠിച്ചു. ക്രിസ്തീയ ജലസ്നാനം എന്നാൽ എന്തെന്ന് പഠിച്ചു. ക്രിസ്തീയ ജലസ്നാനം ആർക്കാണെന്ന് പഠിച്ചു. യഹൂദന്മാരുടെ സ്നാനത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? അതൊക്കെയാണ് ആ പാഠത്തിൽ നിന്ന് നാം പഠിച്ചത്. അടുത്തതായിട്ട് എന്തോന്നാ പഠിച്ചേ? ശിശുസ്നാനം തെറ്റായ ഉപദേശമാണെന്ന്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ശിശുസ്നാനം തെറ്റായ ഉപദേശമാണ്. അതിനെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി എന്ത് വിഷയത്തെക്കുറിച്ച് പഠിച്ചു? ക്രിസ്തീയ വളർച്ചയെക്കുറിച്ച് പഠിച്ചു അല്ലേ? ഏതൊക്കെ നിലയിൽ വളരണമെന്ന് പഠിച്ചു. എത്രത്തോളം വളരണമെന്ന് പഠിച്ചു. ഏതൊക്കെ നിലയിൽ വളരണമെന്ന് പഠിച്ചു. എത്രത്തോളം വളരണമെന്ന് പഠിച്ചു. വളർച്ച പൂർത്തിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും പഠിച്ചു ആ പാഠത്തിൽ നിന്ന്. കഴിഞ്ഞ 10ാമത്തെ പാഠത്തിൽ എന്തോന്നിനെ കുറിച്ചാണ് പഠിച്ചേ? വേർപാടല്ലേ? വേർപെട്ട് ജീവിക്കണം എന്നതിനെക്കുറിച്ച് പഠിച്ചു. അതായത് ലൗകിക കാര്യങ്ങളിൽ നിന്നും ഈ ലോകപരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് ജീവിക്കണം എന്നതിനെക്കുറിച്ച് ആ പാഠത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞു. ഈ ക്വാർട്ടറിൽ നാം പഠിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ ഈ ക്വാർട്ടറിൽ നാം പഠിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇന്നത്തെ പാഠത്തിലോട്ട് കിടക്കാം. പാഠം 1, പരിശുദ്ധാത്മ സ്നാനം. പാഠത്തിൻ്റെ പേരെന്താ? ഒരിക്കൽ പറഞ്ഞേ. പരിശുദ്ധാത്മ സ്നാനം. ഇന്നത്തെ പാഠത്തിൻ്റെ വേദഭാഗം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-17 വചനങ്ങളും, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വചനങ്ങളും, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുമാണ് ഇന്നത്തെ പാഠത്തിൻ്റെ വേദഭാഗം. മനപ്പാഠവാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എന്നാൽ നമുക്ക് ചേർന്ന് മനപ്പാഠവാക്യം പഠിക്കാമോ? എല്ലാവരും വേദപുസ്തകം തുറന്നേ. വേഗം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഒന്നെടുക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പഠിച്ചു കഴിഞ്ഞോ?
ഒരു പ്രാവശ്യം കാണാതെ പറയാൻ പറ്റുമോ? നാം ഇന്നത്തെ പാഠത്തിൽ കൂടെ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും, അതായത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ പാഠത്തിലൂടെ നാം പഠിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്, അല്ലേ? അതായത് ത്രിത്വത്തിൽ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ത്രിത്വത്തിൽ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതെ, ഒരു മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് അടങ്ങിയിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെയാണ് ദൈവീകത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അടങ്ങിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്. ആളത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളത്വം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ ചിന്തിക്കുവാനും ദുഃഖിക്കുവാനും സന്തോഷിക്കുവാനും ആഗ്രഹിക്കുവാനും ഒക്കെ ചെയ്യേണ്ട കഴിവാണ് ആളത്വമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന് ഈ വിധ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ദൈവമായിരുന്നു, അല്ലാതെ പരിശുദ്ധാത്മാവ് ഒരു കാറ്റോ വെറുമൊരു ശക്തിയോ ആയിരുന്നില്ല. പരിശുദ്ധാത്മാവ് ആളത്വമുള്ള ദൈവം ആയിരുന്നു. പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ദൈവമാണ് പരിശുദ്ധാത്മാവ്, അല്ലേ? നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ കാണുന്നു, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സമയത്തുള്ളതായ ഒരു ഭാഗമാണ് നാം ഇവിടെ കണ്ടത്. ദൈവിക പദ്ധതി പ്രകാരം യഹോവയാം ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അല്ലേ? എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് ദൈവം? ആകാശം, ഭൂമി, മത്സ്യങ്ങൾ, പറവകൾ, മൃഗങ്ങൾ, സസ്യലതാദികൾ, വൃക്ഷങ്ങൾ. പിന്നെ എന്തൊക്കെ സൃഷ്ടിച്ചു? മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു, അല്ലേ? അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകലത്തെയും സൃഷ്ടിച്ചിട്ട് ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യൻ്റെ പേരെന്താ? ആദാം. അപ്പോൾ ആദാമിൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു സ്ത്രീയെ കൂടെ സൃഷ്ടിച്ചു, ഹവ്വ. ആദ്യ മാതാപിതാക്കൾ അവരാണ്, ആദ്യ മനുഷ്യർ അവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെയും കൂടെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യന് പാർക്കുവാൻ ഒരു മനോഹരമായ ഏതേൻ തോട്ടമുണ്ടാക്കി അതിൽ മനുഷ്യനെ പാർപ്പിച്ചു, അല്ലേ? നല്ല സുഖലോലുപരായിട്ട് നല്ല സന്തോഷത്തോടുകൂടി ആ മനുഷ്യർ ആ തോട്ടത്തിൽ ജീവിക്കുകയാണ്. വൈകുന്നേര സമയമാകുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരും. ദൈവത്തോടൊപ്പം അവർ ചേർന്ന് വസിക്കും, അല്ലേ? ഒരു പാപമില്ലാത്ത ജീവിതം, അല്ലേ? പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നു ആ സമയങ്ങളിൽ അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ചില ദിവസങ്ങൾ അങ്ങ് കടന്നു പോകുന്ന സമയത്ത് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടിട്ട്, സാത്താനാൽ വഞ്ചിക്കപ്പെട്ടിട്ട് ഈ മനുഷ്യർ ദൈവം പറഞ്ഞതായ കൽപ്പന, അതായത് ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം എന്ത് ചെയ്തു? അവർ ഭക്ഷിച്ചു. അതുനിമിത്തം ദൈവത്തിൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. അതുനിമിത്തം അവർ പാപികളായി മാറി. ഈ ഭൂമി തന്നെ ശപിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ ശാപം അതുനിമിത്തം കടന്നു വന്നു. അങ്ങനെ ആ ഏതേൻ തോട്ടത്തു നിന്ന് മനുഷ്യരെ പുറത്താക്കി ദൈവം, അല്ലേ? അപ്പോൾ പാപികളായ മനുഷ്യർക്ക് കഷ്ടവും സങ്കടവും വേദനയും എല്ലാ ശാപവും കൊണ്ട് ആ മനുഷ്യർ മാറിക്കഴിഞ്ഞു. ഭൂമി പോലും ശപിക്കപ്പെട്ടു. എല്ലാ ജീവജാലങ്ങൾക്കും ആ ശാപം ഏൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പാപികളായി തീർന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം പല സമയങ്ങളിലും പല പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അരുളപ്പാട് അവരോട് പറയുകയും ജനത്തോട് അത് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ മനുഷ്യർ ആ കേൾക്കുന്ന സമയം അനുസരിക്കും. കുറേ സമയം കഴിയുമ്പോൾ അതിനെ മറന്ന് വീണ്ടും അവർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവരായി തന്നെ ഇരുന്നു. പല ന്യായവിധികളും ഇതിനു മുമ്പ് ദൈവം ജനങ്ങൾക്ക് അയച്ചിട്ടുണ്ട് അവരുടെ പാപനിമിത്തം. എന്നാലും പല ഘട്ടങ്ങളിൽ ന്യായവിധികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവർ അതിൽ നിന്ന് ഒരു പൂർണ്ണമായ രീതിയിൽ ജനങ്ങൾ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നില്ല. അങ്ങനെ പല വിധത്തിൽ പല പ്രവാചകന്മാരെ പല കാലഘട്ടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ച് ജനങ്ങളുടെ പാവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും എന്നാൽ പൂർണ്ണമായ ഒരു രക്ഷ ആ ജനങ്ങൾക്ക് ഉണ്ടാകാൻ സാധിച്ചില്ല. അത് നിമിത്തം അങ്ങനെ പ്രവാചകന്മാരുടെ കാലവും കഴിഞ്ഞ് ഏകദേശം 400 വർഷത്തോളം ഒരു ഇരുണ്ട കാലം എന്ന രീതിയിൽ ഒരു പ്രവചന ശബ്ദമോ ഒരു ദൈവിക ശബ്ദമോ ഒരു ദൈവിക വെളിപ്പാടോ ഇല്ലാതെ ജനങ്ങൾ ജീവിച്ചു പോന്നു. അതിനുശേഷമാണ് ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം, അതായത് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലോട്ട് മാനവരാശിയുടെ പാപത്തിൽ നിന്നും മോചനം നൽകുന്നതിന് വേണ്ടിയിട്ട്
തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലോട്ട് അയക്കാം എന്നുള്ളതായ ഒരു തീരുമാനത്തിലോട്ട് ദൈവം കടന്നു വന്നു. അങ്ങനെ മറി എന്ന കന്യകയെ ദൈവം തിരഞ്ഞെടുത്തു. മറിയയുടെ ഉദരത്തിനകത്ത് പരിശുദ്ധ ആത്മാവിനാൽ ഒരു ശിശു ഉരുവായി. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറിയ എന്ന കന്യകയിൽ ഉരുവായി, പരിശുദ്ധ ആത്മാവിനാൽ ഉരുവായി. യേശു ക്രിസ്തു അങ്ങനെ ഈ ഭൂമിയിലോട്ട് ജാതനായി. യേശു ക്രിസ്തു 30 വയസ്സ് വരെ തൻ്റെതായ മാതാപിതാക്കൾക്ക്, തൻ്റെതായ വളർത്തു പിതാവായ യോസേഫിനും തൻ്റെ അമ്മയായ മറിയയും പറയുന്നത് അനുസരിച്ച് അനുസരണമുള്ള ഒരു മകനായി തന്നെ യേശു ജീവിച്ചിരുന്നു. യേശുവിന് 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിട്ട് യേശു 30ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കയറുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ സ്വർഗത്തു നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എപ്പോഴാണ് ആ ശബ്ദമുണ്ടായത്? യേശു സ്നാനമേറ്റ് ഉടനെ, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയമക്കളായിട്ട് നമുക്ക് എപ്പോൾ മാറാൻ പറ്റും? ദൈവത്തിൻ്റെ കൽപ്പനയായ സ്നാനം, അല്ലേ? ജലസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പ്രിയമക്കളായിട്ട് മാറാൻ പറ്റുകയുള്ളൂ, അല്ലേ? അപ്പോൾ ജലസ്നാനം എന്നത് എന്തോന്നാണ്? വളരെ പ്രധാനമാണ്, അല്ലേ? ജലസ്നാനം എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ദൈവത്തിൻ്റെ പ്രിയമക്കളായിട്ട് മാറാൻ പറ്റുകയുള്ളൂ. യേശുവിന് പോലും, ദൈവപുത്രന് പോലും അപ്പോഴാണ് ഒരു അംഗീകാരം ലഭിച്ചത്, സ്നാനമേറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പ്രാവുന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ദൈവശബ്ദവും ഉണ്ടായി. അതിനുശേഷം ആത്മാവിനാൽ യേശു പിന്നത്തേതിൽ നടത്തപ്പെട്ടു. പിന്നെയുള്ളതായ 3.5 വർഷക്കാലം, അതായത് 33.5 വർഷമാണ് യേശു ഈ ഭൂമിയിലായിരുന്നത്. 30 വയസ്സ് സ്നാനമേറ്റു. തുടർന്നുള്ള 3.5 വർഷമാണ് യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവെന്ന് പറയുന്നത്. യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചത്, ദൈവവേല ചെയ്തത് 3.5 യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവവേല ചെയ്തത് 3.5 വർഷം ആയിരുന്നു. ഈ 3.5 വർഷവും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്തിരുന്നത്. ആത്മാവിന്റെ ശക്തിയോടെയുള്ള ശുശ്രൂഷയാണ് യേശു ക്രിസ്തു ചെയ്തിരുന്നത്. അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക ഭൂതങ്ങളെ പുറത്താക്കി, അനേക മരിച്ചവരെ ഉയർപ്പിച്ചു, അല്ലേ? അങ്ങനെ പല പല അത്ഭുതങ്ങളും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. യേശു അനേക ശിഷ്യരെ ഉരുവാക്കുകയും കൂടെ ചെയ്തു, അല്ലെ? ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനേക ശിഷ്യരെ ഉരുവാക്കുകയും ചെയ്തിരുന്നു യേശു. 33.5 വയസ്സായപ്പോൾ തന്നെ യേശു വന്നതിൻ്റെതായ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി. താൻ മാനവരാശിയുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുവാനാണ് കടന്നു വന്നത്. മാനവരാശിയെ പാവത്തു നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ കടന്നു വന്നത്. ആ ദൗത്യം ചെയ്ത് നിവർത്തിപ്പാൻ യേശു തയ്യാറായി. അങ്ങനെ അവർ യേശുവിനെ ക്രൂശിച്ചു. മതനേതാക്കളും മതപുരോഹിതന്മാരും ചേർന്ന് യേശുവിൽ ഒരു കുറ്റമില്ലാതിരുന്നിട്ട് പോലും യേശുവിനെ ക്രൂശിച്ചു. അത് ദൈവിക പദ്ധതിയായിരുന്നു. അതാണ് അങ്ങനെ നടക്കുവാനുള്ള കാരണം. എല്ലാവരും വേദപുസ്തകം എടുത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ യേശുവിൻ്റെതായ കഷ്ടാനുഭവം, ക്രൂശ് മരണം കഴിഞ്ഞു. യേശുവിനെ അടക്കം ചെയ്തു കഴിഞ്ഞു. 3-ാം നാളായപ്പോൾ യേശു എന്ത് ചെയ്തു? മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് എന്ത് ചെയ്തു? യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം ആർക്കാണ് പ്രത്യക്ഷനായത്? മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് ആദ്യം പ്രത്യക്ഷനായത്. അതിനുശേഷം ശിഷ്യന്മാർക്ക്, കൂടെയുള്ളവർക്ക് പലർക്കും പ്രത്യക്ഷനായി. ഏകദേശം 500-ൽ പരം ആൾക്കാർക്ക് പ്രത്യക്ഷനായെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം യേശു ആയിരുന്നു. താൻ ജീവിച്ചിരിക്കുന്നു, താൻ ഉയർത്തെഴുന്നേറ്റു, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിൽ കൂടി അവർക്ക് വെളിപ്പെടുത്തി കാണിച്ചു. ഏകദേശം 40 ദിവസത്തോളം, അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഏകദേശം 40 ദിവസത്തോളം ഈ ഭൂമിയിൽ യേശുക്രിസ്തു ആയിരുന്നു. നാം ഇവിടെ വായിച്ച വേദഭാഗം പോലെ തന്നെയാണ് യേശു ആ സാഹചര്യം എന്നത്. നാം ഇവിടെ വായിച്ച വേദഭാഗത്തിൻ്റെ സാഹചര്യം എന്നത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും തന്നെ അനുഗമിക്കുന്ന കുറേ പേരുമായിട്ട് ചേർന്ന് ഒലിവ് മലയിൽ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ യേശു പറയുന്നതാണ്,
നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതായ ആ വാഗ്ദത്തം, ആ സംഭവം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-8 വാക്യത്തിൽ യേശു അവിടെ പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ്, ആ വാഗ്ദത്തം ഏത് വാഗ്ദത്തമാണ്? പിതാവ് നൽകിയ പുത്രനിൽ കൂടെ നൽകിയ വാഗ്ദത്തം, പിതാവ് പുത്രനിൽ കൂടെ നൽകിയ വാഗ്ദത്തം. യോഹന്നാൻ സുവിശേഷം 14-16 വാക്യത്തിൽ അവിടെ കാണുന്നു, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. യേശു ആയിരുന്നപ്പോൾ പറഞ്ഞതായ ഒരു ഭാഗമാണ് യേശു പറഞ്ഞത്. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചു തരും എന്ന് പറഞ്ഞതായ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതാണ് യേശു അവിടെ പറഞ്ഞത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം അല്ലേ, ഞാൻ പറഞ്ഞതുപോലെയുള്ളതായ ആ വാഗ്ദത്തം പ്രാപിപ്പാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം എന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും എന്നതായ വാഗ്ദത്തം ആയിരുന്നു അല്ലേ. യോഹന്നാൻ സുവിശേഷം 15-ാം 26 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്നതായ ആത്മാവാണെന്ന്. ഇത് പിതാവിന്റെ അടുക്കൽ നിന്ന് വരുന്നതായ സത്യ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് ആ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്. ഈ വാഗ്ദത്തം, അതായത് പരിശുദ്ധാത്മായ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-8 വാക്യത്തിൽ അവിടെ യേശു പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സാക്ഷിയായിട്ട് മാറണം. യെരുശലേമിൽ, നിങ്ങൾ ചുറ്റുമിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടേതായ ആയിരിക്കുന്ന ചുറ്റുപാട്, മറ്റ് അന്യജാതിക്കാരോട്, ലോകം മുഴുവനും നിങ്ങൾ സാക്ഷിയാകണമെന്നാണ് യേശു അവിടെ പറഞ്ഞതായ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം എന്തെന്ന് അവിടെ പറഞ്ഞത്. യേശു അവസാനമായി പറഞ്ഞതും ഈ ഭാഗമാണ്, സാക്ഷികൾ ആകും എന്ന് പറഞ്ഞതായ ഈ ഭാഗം. ഇത് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? ആ ഒലിവ് മലയിൽ വെച്ച് തന്നെ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് യേശു സ്വർഗാരോഹണം ചെയ്ത് പോകുന്നത്. ഉടനെ തന്നെ ഒരു മേഘം മൂടി. അപ്പോൾ യേശു ഈ ശിഷ്യന്മാരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അപ്പോൾ അവിടെ ഇറങ്ങി വന്ന 2 പുരുഷന്മാർ, വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ പറയുകയാണ്, അവരോട് പറഞ്ഞു, ഈ യേശു പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്ക് കേട്ടിട്ട് ഇവർ യേശു പറഞ്ഞതുപോലെ യെരുശലേമിലോട്ട് പോയി. ഈ ഒലിവ് മല എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഒലിവ് മലയ്ക്ക്. യെരുശലേം നഗരത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പറയുന്നുണ്ട് ഒരു ശബത്ത് ദിവസത്തെ വഴിയാത്ര. യെരുശലേമിൽ നിന്നും ഒലിവ് മലയ്ക്ക് പോകാൻ ഒരു ശബത്ത് ദിവസത്തെ വഴിയാത്ര ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ശബത്ത് ദിവസത്തിൽ യഹൂദന്മാർക്ക് യാത്ര ചെയ്യാനുള്ളതായ ദൂരപരിധി ഇത്രയുമാണ്. അതാണ് ഏകദേശം 1.5 കിലോമീറ്റർ. അപ്പോൾ യെരുശലേമിൽ നിന്നും ഒലിവ് മലയ്ക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. ആ ഒലിവ് മലയിൽ നിന്നും അവർ യെരുശലേമിലോട്ട് യേശു പറഞ്ഞതുപോലെ മടങ്ങി വന്ന് അവർ പാർത്തിരുന്നതായ ആ മാളിക മുറി ശിഷ്യന്മാർ, യേശുവിൻ്റെ അമ്മ മറിയ, യേശുവിൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ ഏകദേശം ഒരു 120 പേർ കൂടിയിരിക്കുകയാണ്. അവർ പാർത്തിരുന്ന മാളിക മുറി യേശു പറഞ്ഞതായ ആ പിതാവിൻ്റെ വാഗ്ദത്തം, അതായത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഈ ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയ, യേശുവിൻ്റെ സഹോദരന്മാർ അതിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവർ ഏകദേശം 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനാ വേളയിൽ തന്നെയാണ് യൂദ, യേശുവിൻ്റെ ശിഷ്യനായിരുന്നതായ യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത്, ആ അപ്പോസ്തലത്വത്തിൻ്റെ സ്ഥാനത്ത് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെന്ന് അവർക്കൊരു ചിന്ത ഉണ്ടാകുകയും അങ്ങനെ ചീട്ടിട്ട് യോസേഫ്, മത്യാസ് എന്നീ 2 പേരുടെ പേരിൽ ചീട്ടിട്ടു. അങ്ങനെ ആ ചീട്ട് മത്യാസിൻ്റെ പേരിൽ വീണു. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ മത്യാസിനെ എണ്ണപ്പെട്ടു. അതിനുശേഷം വീണ്ടും അവർ അവരിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു പറഞ്ഞതായ വാഗ്ദത്തം ഞങ്ങൾക്ക് പ്രാപിക്കണമെന്ന് ആ മാളിക മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഏകദേശം 10 ദിവസങ്ങളായിട്ടുണ്ട്. പ്രാർത്ഥന തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 10 ദിവസം ആയിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് 50 ദിവസം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് 50 ദിവസം ആയി. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് 50 ദിവസം ആയിട്ടുണ്ട്. യേശു സ്വർഗാരോഹണം ചെയ്തിട്ട് 10 ദിവസം. യേശു ഉയർത്തെഴുന്നേറ്റ് 40-ാമത്തെ ദിവസമാണ് സ്വർഗാരോഹണം ചെയ്തത്.
അപ്പോൾ നമ്മുടെ ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയയും യേശുവിൻ്റെ സഹോദരങ്ങളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഏകദേശം 10 ദിവസങ്ങൾ ആകുകയാണ്. 10ാമത്തെ ദിവസം 10 ദിവസങ്ങൾ ആകുകയാണ്. എല്ലാ കുട്ടികളും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം എടുത്തേ. അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനം നമുക്ക് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇവരുടെ പ്രാർത്ഥന തുടങ്ങുന്നതായ 10ാം നാൾ, യേശു സ്വർഗാരോഹണം ചെയ്തതിൻ്റെ 10ാം നാൾ, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പെന്തക്കോസ്ത് നാളായിരുന്നു. പെന്തക്കോസ്ത് നാൾ, ഇത് പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു ഉത്സവത്തോടൊപ്പം അനുബന്ധിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് പെന്തക്കോസ്ത് പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാളുമായിട്ടുള്ള അനുബന്ധിച്ചിട്ടുള്ള ഒരു നാളാണ് ഈ പെന്തക്കോസ്ത് നാൾ. പെൻഡെക്കോസ്റ്റ് എന്നതായ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം 50 എന്നാണ്. എന്താ ഒരിക്കൽ പറഞ്ഞേ? പെൻഡെക്കോസ്റ്റ് എന്നതായ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം 50 എന്നാണ്. പഴയ നിയമത്തിൽ പലവിധമായ പെരുന്നാളുകളുണ്ട്. അതിൽ ഒരു പെരുന്നാളായ ആദ്യഫല പെരുന്നാൾ. ആദ്യഫല പെരുന്നാൾ എന്ന് പറയുമ്പോൾ നിലത്തിലൊക്കെ കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കറ്റകൾ കൊയ്യുന്ന ഒരു സമയമുണ്ട്. അതിൻ്റെതായ വിളവെടുക്കുന്ന സമയം. ആ വിളവെടുക്കുന്ന സമയത്ത് ആദ്യഫലത്തിൻ്റെ ആദ്യഫലം കറ്റ കൊയ്ത് അതിൻ്റെ ആദ്യഫലം പുരോഹിതന്മാരുടെ അടുക്കൽ ദേവാലയത്തിൽ കൊണ്ടുകൊടുക്കണമായിരുന്നു ഇസ്രായേൽ ജനങ്ങൾ. ആ ഒരു ഉത്സവത്തെയാണ് അത് കൊണ്ടുകൊടുത്ത് ആചരിക്കുന്നതായ ഉത്സവമാണ് ആദ്യഫല പെരുന്നാൾ. ഈ ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ദിവസമാകും. ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞ് 7 ശബത്ത് കഴിയുമ്പോൾ 49 ദിവസമാകും. അതിൻ്റെ പിറ്റേന്നാൾ 50ാമത്തെ ദിവസം, അന്നാണ് പെന്തക്കോസ്ത് പെരുന്നാൾ ഇസ്രായേൽ ജനങ്ങൾ, അതായത് യഹൂദന്മാർ ആചരിച്ചിരുന്നത്. ഈ പെന്തക്കോസ്ത് പെരുന്നാൾ എന്തോന്നിനായിട്ടാണ് ആചരിച്ചിരുന്നത്? നമുക്ക് ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ അവിടെ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. ഈ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വിടിവിച്ചു, അല്ലേ? ഈ അടിമത്വത്തിൽ നിന്ന് വിടിവിച്ചു. ഇതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടതായ ഒരു ഉത്സവമായിട്ടാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാളിനെ യഹൂദന്മാർ ആചരിച്ചിരുന്നത്. ഇത് എവിടെ ആചരിക്കണം? യഹോവയുടെ നാമം വിളിക്കപ്പെട്ട സ്ഥലത്ത്, അതായത് ദൈവത്തിൻ്റെ ആലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ വെച്ച് ഇത് ആചരിക്കണം. ആരൊക്കെ ആചരിക്കണം? യഹൂദന്മാർ, അവർ ആചരിക്കണം. അവിടെ പുത്രിപുത്രന്മാർ ആചരിക്കണം. അവിടെ ദാസീദാസന്മാർ ആചരിക്കണം. പട്ടണത്തിലെ ലേവ്യൻ അതിലുണ്ടായിരിക്കണം. അതുകൂടാതെ അവിടെ ഉണ്ടായിരിക്കുന്ന വിധവകൾ, ദരിദ്രർ, അനാഥർ, ഇവരൊക്കെയും ഈ പെന്തക്കോസ്ത് നാൾ ആചരിക്കണമായിരുന്നു. അപ്പോൾ യെരുശലേം ദേവാലയത്തിലാണ് ഈ ഉത്സവം ആചരിച്ചിരുന്നത്. ഇതേ ഒരു നാളിലാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ യേശു വാഗ്ദത്തം ചെയ്തതായ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതായ ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ഇതേ നാളിൽ ആയിരുന്നു. അതാണ് ഈ പെന്തക്കോസ്ത് നാളിൽ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങളിൽ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കം ഉണ്ടായി. അവർ പ്രാർത്ഥിച്ചിരുന്ന ആ വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും വന്ന് പതിഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു. അന്യഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാൻ പാടില്ലാത്ത മറ്റു ഭാഷ, അല്ലേ? അപ്പോൾ അന്നു മുതൽ അവർ പരിശുദ്ധാത്മാവ് അവിടെ മേൽ വന്നിറങ്ങിയപ്പോൾ അവർ അന്യഭാഷകളിൽ എന്തോന്നാണ് സംസാരിച്ചത്? ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെയാണ് അവർ സംസാരിച്ചിരുന്നത്. ഇനി നമുക്ക് പാഠത്തിൻ്റെ 1-ാമത്തെ പോയിന്റിലോട്ട് കടക്കാം. 1, പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ്. പിതാവിനെയും പുത്രനെയും പോലെ തന്നെ പരിശുദ്ധാത്മാവിന് തുല്യ അവകാശം ദൈവികത്വത്തിൽ ഉണ്ടായിരുന്നു. തുല്യ ശക്തി ദൈവികത്വത്തിൽ ഉണ്ടായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ത്രിയേക ദൈവം, അല്ലെ? പരിശുദ്ധാത്മാവ് ദൈവമാണെന്നതിന് പലവിധ തെളിവുകളുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1, പരിശുദ്ധാത്മാവ്
നിത്യനാണ്. ആരായിരുന്നു പരിശുദ്ധാത്മാവ്? നിത്യൻ. എല്ലാവരും വേദപുസ്തകം തുറന്നേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14-ാം വചനം ഒന്ന് വായിക്കാം നമുക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അവിടെ ലേഖകൻ പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് ആരാണ്? നിത്യമായ ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യമായ ആത്മാവാണ്. മനുഷ്യർക്ക് മാറ്റമുണ്ടാകും അല്ലേ? മനുഷ്യ ദൈവങ്ങൾക്കും മാറ്റമുണ്ടാകും. എന്നാൽ ദൈവത്തിന് മാത്രമേ മാറ്റം ഇല്ലാതെ ഉള്ളൂ. ലേഖകൻ പറയുന്നു പരിശുദ്ധാത്മാവ് നിത്യ ദൈവമാണ്, പരിശുദ്ധാത്മാവ് നിത്യനാണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം ആകുന്നു. ഒരിക്കലും മാറ്റമില്ലാത്തവനാണ് പരിശുദ്ധ ആത്മാവ്. യേശു ജനിച്ചതും പരിശുദ്ധാത്മാവിനാലാണ്. യേശു വളർന്നതും പരിശുദ്ധാത്മാവിനാലാണ്. യേശു പരിശീലിപ്പിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിനാലായിരുന്നു. യേശു യാഗമായി തീർന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടെയുള്ളതിനാൽ ആയിരുന്നു. അതുപോലെ തന്നെയാണ് യേശു ഉയർത്തെഴുന്നേറ്റതും പരിശുദ്ധാത്മാവിൽ ആണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യമായി എപ്പോഴും ഉള്ള ദൈവം ആണ് പരിശുദ്ധ ആത്മാവ്. 2, പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. പരിശുദ്ധാത്മാവ് ശക്തനല്ല, പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. ലൂക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. അതിനു ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ മറിയയോട് യേശുവിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് മറിയയിൽ യേശു ഉരുവാകുന്നതിന് വേണ്ടിയിട്ട് മറിയയുടെ അടുക്കൽ പോയി ദൂതൻ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത്. അവിടെ പറയുന്നത് യേശു ആരാൽ ഉരുവാക്കപ്പെടും? പരിശുദ്ധ ആത്മാവിനാൽ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മറിയയിൽ വരും, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിഴലിടും. അപ്പോൾ ഒരു വിശുദ്ധ പ്രജ മറിയയുടെ ഉദരത്തിൽ ഉരുവാകും അല്ലേ? അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന് വളരെ ശക്തിയുണ്ടല്ലേ? ദൈവിക ശക്തി പരിശുദ്ധാത്മാവിന് ഉണ്ടല്ലേ? ഒരു സയൻസിന് ചെയ്യാൻ പറ്റാത്തതാണ് ഈ കാര്യം അല്ലേ? വലിയ കണ്ടുപിടുത്തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ സംഭവം. ഇത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞു. മനുഷ്യ ചിന്തകൾക്കും പ്രകൃതിയാദി ശക്തികൾക്കും അധീനമായി പ്രവർത്തിക്കേണ്ട വലിയ ശക്തി പരിശുദ്ധാത്മാവിന് ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ ഭാഗം. 3, പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം നമുക്ക് വായിക്കാം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആര് അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ നാം ഇവിടെ വായിച്ച വേദഭാഗത്തിൽ എന്താണ്? ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവല്ലാതെ മറ്റാരും ഗ്രഹിച്ചിട്ടില്ല എന്നതാണ്. ഇത് പരിശുദ്ധ ആത്മാവ് ഗ്രഹിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അപ്പോൾ സർവജ്ഞാനിയായ ദൈവം ആയിരുന്നു. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയായ ദൈവം ആണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139-ാം അധ്യായം അതിൻ്റെ 2-ാം ഭാഗത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് ദൈവത്തിന് അറിയാൻ പറ്റും, ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത് ദൈവത്തിന് അറിയാൻ പറ്റും. ദൈവത്തിന്, പരിശുദ്ധാത്മാവ് ദൈവത്തിന് സർവജ്ഞാനമാണ്. അവിടെ തന്നെ പറയുന്നുണ്ട്, നീ എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും ശോധന ചെയ്ത് അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നടപ്പും നമ്മുടെ പ്രവർത്തനവും എല്ലാം എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. സ്കാൻ ചെയ്യും പോലെ സ്കാൻ ചെയ്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം അറിയുകയാണ്. എന്നിട്ട് ദാവീദ് പറയുകയാണ്, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല എന്ന് പറഞ്ഞാൽ സർവവും ദൈവത്തിന് അറിയാൻ കഴിയും എന്നാണ്. നമുക്ക് മനുഷ്യർക്ക് പരസ്പരം അറിയാൻ പറ്റില്ല അല്ലേ? എന്നാൽ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല. ദൈവം സർവജ്ഞാനിയാണ്, പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. 4-ാമത്തെ പോയിന്റ്, പരിശുദ്ധാത്മാവ് സർവവ്യാപിയാണ്. എന്താ? പരിശുദ്ധാത്മാവ് സർവവ്യാപി.
ഒന്ന് കൊരിന്ത്യരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ശരീരം ആരുടെ മന്ദിരമാണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ് അല്ലേ. പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം. ഈ പരിശുദ്ധാത്മാവ് ആരുടെ ദാനമാണ്? ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ ആണ്. നിങ്ങളിൽ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ വീടുകളിലിരിക്കുകയാണ് അല്ലേ. ഓരോ വീടുകളിലിരിക്കുന്നു, അവിടെ നിങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തിലായിരുന്നാലും, ഏത് സ്ഥലത്തിലായിരുന്നാലും പരിശുദ്ധാത്മാവിന് എവിടെയും വാസം ചെയ്യേണ്ടതായ ശക്തി ഉണ്ട്. പരിശുദ്ധാത്മാവ് ദൈവം സർവ്വവ്യാപിയാണ് അല്ലേ. 139-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയും ഉണ്ട്, ഞാൻ പാതാളത്തിൽ ഇറങ്ങിയാൽ നീ അവിടെയും ഉണ്ട്. ഇരുട്ട് എന്നെ മൂടിക്കൊള്ളട്ടെ, ഇരുട്ട് എനിക്ക് മറവായിരിക്കട്ടെ എന്ന് പറഞ്ഞാലും ഇരുട്ട് പോലും പകൽ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ വെളിച്ചമാണ് അല്ലേ. അപ്പോൾ ദൈവത്തെ മറച്ച് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവം സർവ്വവ്യാപിയാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം സർവ്വവ്യാപിയാണ്. എല്ലാം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുവാൻ കഴിയും. ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും ദൈവത്തിന് വാസം ചെയ്യുവാൻ കഴിയും. സർവ്വവ്യാപിയാണ്. ഒരിടത്തിൽ ഇരിക്കുന്ന ദൈവമല്ല, ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൽ, അതായത് ദൈവമക്കളിൽ വാസം ചെയ്യുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. വിശുദ്ധിയുള്ള ദൈവകുഞ്ഞുങ്ങളിൽ വാസം ചെയ്യുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. ഒരു മനുഷ്യനെ കൊണ്ടോ ഒരു മനുഷ്യ ദൈവത്തെ കൊണ്ടോ എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് വ്യാപിക്കുവാൻ കഴിയുമോ? അല്ല അല്ലേ. അപ്പോൾ ദൈവം എന്ന് പറയണമെങ്കിൽ ചില പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവത്തിന് ചിലതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമെന്ന് നാം ഈ പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ദൈവം എന്നതിന് പല തെളിവുകളും നാം ഇവിടെ നോക്കിക്കഴിഞ്ഞു. ഒന്ന്, ആരായിരുന്നു പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് നിത്യനാണ് അല്ലേ. പരിശുദ്ധാത്മാവ് നിത്യ ദൈവമാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവിന് സർവശക്തിയുണ്ട്. സർവശക്തനാണ് പരിശുദ്ധ ആത്മാവ്. മൂന്നാമതായിട്ട് എന്താ പഠിച്ചേ? പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ് അല്ലേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ ഉൾപ്പുകളെയൊക്കെ വിചിന്തനം ചെയ്ത് അറിയുവാൻ ശക്തിയുള്ളതായ ജ്ഞാനം പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് ഉണ്ട്. നാലാമതായിട്ട് എന്ത് പഠിച്ചു? പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ് അല്ലേ. ഈ വിധ തെളിവുകളൊക്കെയാണ് പരിശുദ്ധാത്മാവ് ദൈവമെന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 2 തലമുണ്ട്. 2 രീതിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഒന്നാമത്തെ തലം നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് വിശ്വാസികളിലാണ് പ്രവർത്തിക്കുന്നത്. അത് 2 തലത്തിൽ വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാമത്തെ തലം വിശ്വാസികളുടേതായ വ്യക്തി ജീവിതത്തിൽ. അപ്പോൾ ഓരോ വിശ്വാസികളുടെയും വ്യക്തി ജീവിതത്തിൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം നമുക്ക് പഠിക്കാം. 1, പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവാത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളായിട്ട് മാറുന്നുണ്ടല്ലേ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ദൈവമക്കളായി മാറി എന്നത് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നത് ആരാണ്? പരിശുദ്ധ ആത്മാവാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളോടിരുന്ന് സംസാരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മോട് സാക്ഷ്യം പറയുന്നതായ പ്രവൃത്തി. പരിശുദ്ധാത്മാവിൻ്റെ 2ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വചനം വായിക്കും.
എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അവിടെ യേശു പറയുന്നതായ ഒരു ഭാഗമാണ് നാം അവിടെ വായിച്ചത്. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 26 വാക്യത്തിൽ പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു തരും. അതുകൂടാതെ യേശു പറഞ്ഞതായ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി തരികയും ചെയ്യും. ശരിയായ വഴി ഏത്, ശരിയായ രീതി ഏത്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമ്മെ ഉപദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഇത് നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഈ കാര്യം സംസാരിച്ചത് ശരിയായില്ല, നീ ചെയ്തത് തെറ്റാണ്, നിന്റെ പ്രവൃത്തി ശരിയല്ല എന്നൊക്കെ ഉപദേശിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഒരു വിശ്വാസിയായ ഒരു ദൈവകുഞ്ഞായ നമ്മെ ഉപദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മ നമ്മെ വഴി കാണിക്കുന്നു. റോമർക്കെഴുതി ലേഖനം 8 അധ്യായം അതിൻ്റെ 14 വചനം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവത്തിൻ്റെ മക്കളെ ശരിയായ വഴിയിൽ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും അല്ലേ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് പറയുന്ന വഴിയിൽ, ദൈവിക വഴിയിൽ, ദൈവവചനം പറയുന്നതനുസരിച്ച് നാം നടക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന ഉപദേശത്തിന് കീഴിൽ അത് പ്രമാണിച്ച് നാം നടക്കുകയാണെങ്കിൽ നാം ശരിയായ വഴി നടക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പാവം വരികയില്ല, ഒരു തെറ്റ് സംഭവിക്കുകയില്ല അല്ലേ. എന്തെങ്കിലും തെറ്റ് വന്നാൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും അല്ലേ, അത് ശരിയല്ല, ആ വഴി നീ പോയ വഴി ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്നത് പരിശുദ്ധ ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ വഴി, നല്ല നന്മയുടെ വഴി കാണിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. നാലാമതായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5 അധ്യായം അതിൻ്റെ 16 വചനമാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയും ഇല്ല. അപ്പോൾ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ പാവങ്ങൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് പറയുന്ന വഴിയിൽ, പരിശുദ്ധാത്മാവ് പറയുന്നത് ഉപദേശം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന വഴി നടക്കുകയാണ്, വചന അടിസ്ഥാന പ്രകാരം നാം നടക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് പ്രകാരം നാം നടക്കുകയാണെങ്കിൽ, പാവത്തിൻ്റെ മോഹം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റുന്ന ഈ പാവങ്ങളൊന്നും ചെയ്യുവാൻ നാം മുൻവരികയില്ല. ഈ പാവങ്ങളൊന്നും ചെയ്യുവാൻ നാം മുൻവരികയില്ല. അതായത് പാവത്തിൻ്റെ മോഹങ്ങളെ നാം നിവർത്തിക്കയില്ല. പാവത്തിൻ്റെ മോഹം നാം നിവർത്തിക്കാതിരുന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് ജീവിപ്പാൻ കഴിയും. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പാപം ചെയ്യാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വഴിയിൽ നാം എന്ത് ചെയ്യണം? നടക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പാതകളിൽ നടക്കണം. അത് ചിലപ്പോൾ നമുക്ക് പ്രയാസം പോലെ തോന്നാം അല്ലേ. നമ്മുടേതായ ഈ ലോകപരമായ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വഴി അല്ലേ, പാപം ചെയ്യാതുള്ള ജീവിതം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം പോലെ തോന്നാം. മറ്റു കുട്ടികളെ പോലെ, മറ്റ് നമ്മുടേതായ ഫ്രണ്ട്സിനെ പോലെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് കാണാം. എന്നാൽ നാം അങ്ങനെ തന്നെ വിശുദ്ധിയോടെ ആയിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ആഹാത്ത വഴിയിൽ പോകാതെ ദൈവിക വഴിയിൽ തന്നെ നടന്ന് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്യാതെ ദൈവഹിതം നിവർത്തിക്കുകയാണെങ്കിൽ നാം പാപം ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. അഞ്ചാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായം അതിൻ്റെ 26 വാക്യം നമുക്ക് വായിക്കാം. അവിടം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ നാം വായിച്ചത് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അത് ചിലപ്പോൾ ശാരീരിക ബലഹീനതയായിരിക്കാം, ചിലപ്പോൾ മനസ്സിന് വരുന്ന വേദനയായിരിക്കാം അല്ലെ, ബലഹീനതയായിരിക്കാം. ഇതിലൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം നൽകി ബലഹീനതകളെ മാറ്റി ദൈവം നമ്മെ ആശ്വസിപ്പിച്ച് വേണ്ടും പോലെ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം എന്നുള്ളതായ ഗൈഡൻസ് തന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മെ വഴി നടത്തുന്നു അല്ലേ. നമ്മെ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. കൂടാതെ അവിടെ പറയുന്നുണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് പക്ഷപാതം ചെയ്യുന്നു. ശരിയായ മനോഭാവത്തോട് പ്രാർത്ഥിപ്പാൻ, ശരിയായ നിലയിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് വേണ്ടി ദൈവം പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നുണ്ട്. നമ്മുടേതായ ബലഹീനതയ്ക്ക് തുണ നിന്ന് നമ്മെ പരിശുദ്ധാത്മാവ്
പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ സഹായിക്കും. ആറാമതായിട്ട് നമ്മുടെ ശരീരങ്ങൾക്ക് ജീവൻ നൽകുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നാം വായിച്ചു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാണ്? പരിശുദ്ധ ആത്മാവ്. അതേ ആത്മാവ് ദൈവകുഞ്ഞുങ്ങളെ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ, നമ്മിൽ ഓരോരുത്തരിലും വസിക്കുന്നു എങ്കിൽ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണോ? പരിശുദ്ധാത്മാവ് ഇതുവരെയും പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. പരിശുദ്ധാത്മാവ് വളരെ അത്യാവശ്യമായ ഒന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമ്മുടേതായ ഈ മരണത്തിന് അധീനമായ ശരീരം, അതായത് പാപത്തിന് അധീനമായ ശരീരത്തെ എന്ത് ചെയ്യും? ഉയർപ്പിക്കും. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ്, അല്ലേ? അപ്പോൾ ആ ആത്മാവ്, നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് മരണത്തിന് അധീനമായ, അതായത് മർത്യമായ നമ്മുടെ ശരീരങ്ങളെ, മരണത്തിന് യോഗ്യമായ, മരണത്തിന് അധീനമായ നമ്മുടെ ശരീരങ്ങളെയും ഉയർപ്പിക്കുമെന്ന് പറയുന്നു. ഈ ഭാഗം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുനരുദ്ധാനം ഉണ്ടാകുകയുള്ളൂ. അതായത് ക്രിസ്തുവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ മർത്യമായ ശരീരത്തിന് ഒരു ഉയർപ്പ് ഉണ്ടാകുകയുള്ളൂ എന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് വിശ്വാസികളിൽ ജീവൻ നൽകുന്നു. അപ്പോൾ നാം പഠിച്ചു പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു എന്ന് പഠിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളിൽ വിശ്വാസികളുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഏത് വിധമാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിച്ചു. ഏതൊക്കെയൊന്ന് പറഞ്ഞേ. നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. മറ്റൊന്ന് നമ്മെ ഉപദേശിക്കുന്നു. നമ്മെ വഴി നടത്തുന്നു. അടുത്തത് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. അതുകൂടാതെ പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ശരീരങ്ങൾക്ക് ജീവൻ നൽകുവാൻ സഹായിക്കുന്നു. ഈ വിധ പ്രവർത്തികളാണ് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസി എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതായ പ്രവർത്തനങ്ങൾ. ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. രണ്ടാമത്തെ തലം നാം നോക്കാം. ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് സുവിശേഷീകരണത്തിനായിട്ട്, അതായത് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഏത് വിധം സഹായിക്കുന്നു. ഒരു വിശ്വാസിയിൽ സുവിശേഷീകരണ പ്രവർത്തനത്തിനായിട്ട് പരിശുദ്ധാത്മാവ് ഏത് വിധം സഹായിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഒരു വിശ്വാസിയോട് കൂടെ എപ്പോഴും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദത്തം ചെയ്തത്, അല്ലേ? അങ്ങനെ ഇരിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചില കാര്യങ്ങൾ കൂടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് സഹായം ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ വിധത്തിലെന്ന്. ഒന്ന്, ദൈവത്തെ സാക്ഷിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകുന്നു. ദൈവത്തെ സാക്ഷിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ ദൈവത്തിന് സാക്ഷിയാകുവാൻ ഒരു വിശ്വാസിയെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സാക്ഷിയായി മാറണം. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതായ ഓരോ കുട്ടികളും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ദൈവവേല ചെയ്യുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ആയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നാം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവത്തിന് സാക്ഷിയാകണം. ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ദൈവത്തിൻ്റെതായ പ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വർണ്ണിക്കണം. ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയണം. അപ്പോൾ യേശുവിനെ നാം മഹത്വപ്പെടുത്തുന്നവർ, യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നവർ, ദൈവത്തെക്കുറിച്ച് നാം സാക്ഷിക്കുന്നവരായി മാറണം. അതിനായിട്ട് പരിശുദ്ധാത്മാവ് സുവിശേഷീകരണ വേലയിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് കൃപാവരങ്ങളെ കൊടുക്കുന്നു. 1 കൊരിന്ത്യർ 12-4 വാക്യവും 12-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. അടുത്ത് നമുക്ക് 8 മുതൽ 10 വരെയുള്ള വചനം വായിക്കാം. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം,
മറ്റൊരുത്തന് അതേ ആത്മാവിന് രോഗശാന്തികൾക്കുള്ള വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെയും കൂടെ നൽകുന്നുണ്ടല്ലേ. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അത് പോയിട്ട് പരിശുദ്ധാത്മാവ് ദൈവവേലയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ സുവിശേഷീകരണ പ്രവർത്തനത്തിനായിട്ട് കൃപാവരങ്ങളെയും കൂടെ നൽകുന്നു. ആത്മാവാണ് നമുക്ക് കൃപാവരങ്ങളെ നൽകുന്നത്. എന്തൊക്കെ കൃപാവരങ്ങളാണ്? പ്രവചനവരം, രോഗശാന്തികളുടെ വരം, ഭാഷാവരം, വ്യാഖ്യാനവരം. ഓരോരുത്തർക്കും ഓരോ വരങ്ങളാണ്, ഓരോ രീതിയിലാണ് ദൈവം നൽകുന്നത് അല്ലേ. ചിലർക്കിതിൽ കുറച്ചൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയിൽ കൃപാവരങ്ങളെ നൽകുന്നത്. ഈ കൃപാവരങ്ങളെ നാം ദൈവനാമ മഹത്വത്തിനായിട്ട്, കൃപാവരങ്ങൾ പ്രാപിച്ച നിങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച നിങ്ങൾ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കൃപാവരം നൽകിക്കൊണ്ടിരിക്കും അല്ലേ. അതിനേറ്റ നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫലം പുറപ്പെടുവിക്കണം. ഈ കൃപാവരങ്ങൾ ഉപയോഗിച്ച് ആത്മാക്കളെ നാം നേടണം. സുവിശേഷ വേല നാം ചെയ്യണം. ഓരോരുത്തരുടേതായ പ്രാപ്തിക്ക് അനുസരിച്ച നിലയിൽ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ നൽകുന്നുണ്ട്. ഈ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ വേലയെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൃപാവരങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? കൃപാവരങ്ങളെ നൽകുന്നു. കൂടാതെ യേശു ഇന്നും ജീവിക്കുന്നു എന്ന് സാക്ഷി പറയുന്നു. മൂന്നാമതായിട്ട് യേശു ഇന്നും ജീവിക്കുന്നു എന്ന് സാക്ഷി പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വചനങ്ങൾ വായിക്കാം. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്ത് പറയുകയാണ്, യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു അല്ലേ, നിങ്ങൾ ക്രൂശിച്ചു കൊന്നു എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ത് ചെയ്തു? യേശുവിനെ ഉയർപ്പിച്ചു. ഇതിന് ശിഷ്യന്മാർ പറയുന്ന ഒരു ഭാഗമാണ് അവിടെ. നിങ്ങൾ ക്രൂശിച്ചു കൊന്നു എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. ഇതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതുകൂടാതെ പരിശുദ്ധാത്മാവും യേശു ഉയർത്തു എന്നതിൻ്റെ സാക്ഷിയാണ്. നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ ഗ്രഹിക്കുവാനായിട്ട് സഹായിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-10 വചനങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അവിടെ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നതായ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ കണ്ണ് കാണാൻ പറ്റില്ല അല്ലേ, ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാനും പറ്റില്ല. പക്ഷേ ഇതെല്ലാം ആര് വെളിപ്പെടുത്തിയിരിക്കുന്നു? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവ കുഞ്ഞുങ്ങൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി നൽകും അല്ലേ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി നൽകും അല്ലേ. ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ബോധ്യമാക്കി നൽകുന്നുണ്ട്. കൂടാതെ ദൈവവചനത്തിൻ്റെ ആത്മീക സത്യങ്ങളെ, ദൈവവചനം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വചനം ഇപ്രകാരം പറയുന്നത് ഉള്ളതായ ആലോചന ആ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവ് നമുക്കതിനെ മനസ്സിലാക്കി തരുന്നുണ്ട്. 5, ആത്മാവ് സത്യ ആരാധനയാൽ നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുന്നു. എഫേസ്യർ 5:19. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. അപ്പോൾ ദൈവത്തെ പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ കൂടെ നമുക്ക് ആത്മീയ വർധനവ് ലഭിക്കുന്നുണ്ട് അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ വർധനവ് നമ്മിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വർധനവ് പരിശുദ്ധാത്മാവ് നൽകി തരുന്നുണ്ട്. 6-മതായിട്ട് യേശുവിനെ പരിശുദ്ധാത്മാവ് മഹത്വീകരിക്കുന്നു. യേശുവിനെ മഹത്വീകരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ളതായ വചനങ്ങൾ. നമ്മുടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും.
പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളത് നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ യേശു പറയുന്നതായ ഒരു ഭാഗമാണ്. അതായത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ ഓരോരുത്തരെയും, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരെയും സത്യത്തിൻ്റെ വഴിയിൽ നടത്തും. അവൻ എന്നെ അത് നടത്തുന്നത് നിമിത്തം, സത്യത്തിൻ്റെ പാതയിൽ നടത്തുന്നത് നിമിത്തം എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ യേശുവിനെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്നതാണ് ആറാമത്തേതായ പോയിന്റ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവകുഞ്ഞുങ്ങളെ ശരിയായ വഴി, സത്യത്തിൻ്റെ വഴിയിൽ നടത്തുന്നത് നിമിത്തം ദൈവത്തെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുകയാണ്. പിതാവായ ദൈവത്തിൽ നിന്നുള്ളതെടുത്താണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. അപ്പോൾ അതിൽ കൂടെ പിതാവും പുത്രനും ഒന്നാണ്, അല്ലേ? പിതാവ് പുത്രനും ഒന്നാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് എടുത്ത് നൽകുന്നത് നിമിത്തം പുത്രനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം. അപ്പോൾ പരിശുദ്ധാത്മാവ് പുത്രനായ ക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുന്നു. സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലൂടെ പുത്രനായ ക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുന്നു എന്നതാണ് ഈ ആറാമത്തേതായ പോയിന്റ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു, യേശുവിനെ അപ്പോൾ ഒന്ന് പറഞ്ഞേ, സുവിശേഷീകരണ പ്രവർത്തനത്തിൽ വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് ഏത് വിധമാണ് പ്രവർത്തിക്കുന്നതെന്ന്? ദൈവത്തെ സാക്ഷിക്കുന്നതിന് ശക്തിയും ധൈര്യവും നൽകുന്നു. അടുത്തത്, കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവ് നൽകുന്നു. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് സാക്ഷി പറയുന്നു. അടുത്തത്, ദൈവ വചനത്തെ ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. സത്യ ആരാധനയാ നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുന്നു. അടുത്തതായിട്ട് യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് സുവിശേഷീകരണ വേലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, നമുക്കായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രിയ കുട്ടികളെ, യേശു വാഗ്ദത്തം ചെയ്തതായ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം അയച്ചു തന്നു, അല്ലേ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കൂടാതെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഓരോ കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായ കടമകളെ കൃത്യമായിട്ട് ചെയ്യണം. അതേതാ? അപ്പോസ്തലപ്രവൃത്തിയുടെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് സാക്ഷികളാണ്, അല്ലേ? ദൈവത്തിന് സാക്ഷികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. അതുകൂടാതെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്യാൻ പാടില്ല. ഏതു പാവവും ക്ഷമിക്കപ്പെടും, പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്ന ഒരു പാവവും ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് നമ്മുടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നാം പാപം ചെയ്യാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുവാൻ പാടില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായ ജീവിത രീതികളൊന്നും നാം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാനേ ദുഃഖിപ്പിക്കാനേ പാടില്ല. പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഒരു പുനരുദ്ധാനം ഉള്ളൂ. നാം മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ അന്ത്യകാഹളത്തിങ്കൽ നമുക്ക് ഒരു സ്വർഗരാജ്യത്തിൽ ചെന്നെത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മിൽ ഉണ്ടാകണം, അല്ലേ? അന്ത്യനാളിൽ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. അപ്പോൾ അങ്ങനെ രൂപാന്തരം സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉയർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മിൽ ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുന്നതായ രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് വരാനേ പാടില്ല. ഒരു വിശുദ്ധ ജീവിതം ചെയ്യണം. അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 5:5 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ എങ്ങനെയാണ് പകർന്നിരിക്കുന്നത്? നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെയാണ് ആ സ്നേഹം പകർന്നിരിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹം നമ്മൾ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ആ ദൈവസ്നേഹം നമ്മൾ കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ നാം ഒരു പ്രവൃത്തിയും ചെയ്ത് പരിശുദ്ധാത്മാവിനെ വേദനപ്പെടുത്താനേ പാടില്ല. പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴി നാം എന്ത് ചെയ്യണം? നടക്കണം. ആത്മാവിനെ നാം അനുസരിച്ച് നടന്നാൽ നാം പാവത്തിൻ്റെ പ്രവൃത്തികളെ നിവർത്തിക്കയില്ല. നാം പരിശുദ്ധാത്മാവ് പറയുന്ന വഴിയിൽ നടന്ന് പാവപ്രവൃത്തികളൊന്നും ചെയ്യാതെ വിശുദ്ധ ജീവിതം ചെയ്ത്
നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളായിട്ട് ആയിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന് സാക്ഷിയായിട്ട് മാറണം. ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ സുവിശേഷീകരണത്തിനോട്ട് നമ്മെ സഹായിക്കുന്നുണ്ട് അല്ലേ, സുവിശേഷ വേലയിൽ. അപ്പോൾ അതിനോട്ട് നമ്മൾ സുവിശേഷ വേലയുടെ ഒരു ഭാഗം കൂടെ നാം എന്ത് ചെയ്യണം. അതുകൂടാതെ പരിശുദ്ധാത്മാവ് നമ്മുടേതായ വ്യക്തിപരമായ ജീവിതത്തെ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഏത് നിമിഷവും എപ്പോഴും എന്തിനും നമുക്ക് അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവാം ദൈവം. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നതിനെക്കുറിച്ചാണ് നാം ഇന്നത്തെ പാഠത്തിൽ പഠിച്ചത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതിനെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഈ വചനപ്രകാരം നാം ഇന്ന് പഠിച്ചതായ ഈ പാഠഭാഗം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും പരിശുദ്ധാത്മാവിന് മുഖ്യത്വം കൊടുത്ത് നിങ്ങൾ ജീവിക്കുന്നവർ ആയിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ഓരോ കുട്ടികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഇത്രത്തോളം കർത്താവേ ഞങ്ങൾക്ക് പഠിക്കുവാൻ അങ്ങ് തന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഈ ഭാഗങ്ങൾ പഠിച്ച ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം പറയുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കർത്താവേ ആയിരിക്കാൻ ദൈവം സഹായിക്കണം. അപ്പം ആ ദൈവത്തിൻ്റെ കൃപ തന്നെ കൂടെ ഓരോ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയോ ഒരു ചിന്തകളോ ഒരു കർത്താവെ ഒന്നിലും അകപ്പെടാതെ വേണം ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കൃപയിൽ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കർത്താവെ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും കർത്താവെ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങൾ ദൈവം പറയുന്ന വചനപ്രകാരം കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ വഴികളിൽ നടന്ന് കർത്താവെ ദൈവത്തെ സാക്ഷിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ദൈവവേല ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് കർത്താവെ ദൈവകൃപയോടെ വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുവാനോ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നിലും അകപ്പെടാതെ വേണം ഓരോ കുഞ്ഞുങ്ങളങ്ങ് കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മാവ് തന്നെ ഓരോ കുഞ്ഞുങ്ങളങ്ങ് വഴി നടത്തണം കർത്താവെ. നടക്കേണ്ടുന്ന വഴി പറഞ്ഞു കൊടുത്ത് കർത്താവെ ദൈവകൃപയിൽ നടത്തുവാൻ ഓരോ കുഞ്ഞുങ്ങളങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ് ഇന്ന് പഠിച്ചതായ ഭാഗങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രയോജനകരമായി അവരുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹപ്രദമായ രീതിയിലായിട്ടിരുവാൻ ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പം ഇത്രത്തോളം അങ്ങ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ക്ലാസ്സിൻ്റെ ആദ്യം മുതൽ ഇത്രത്തോളം അങ്ങ് സഹായിച്ച് വഴി നടത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.